മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് വേണ്ടി വ്യവസായി ബിജു രമേശ് പണം നൽകിയതായുള്ള പരാതി ഏറെ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. അടൂർ പ്രകാശിന് വേണ്ടി വൻതോതിൽ പണവും മദ്യവും ഒഴുക്കുന്നുവെന്നാണ് CPMന്റെ പരാതി. വ്യവസായിയും അടൂർ പ്രകാശിന്റെ ബന്ധുവുമായ ബിജു രമേശിനെ ഇന്നലെ അരുവിക്കരയിൽ CPM പ്രവർത്തകർ തടഞ്ഞു വെച്ചിരുന്നു. ബിജു രമേശിന്റെ അംഗരക്ഷകൻ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നും CPM പരാതിയിൽ പറയുന്നു. എന്നാൽ ആരോപണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ പ്രതികരണം. കഴിഞ്ഞ തവണ തന്നെ BJPയുടെ വോട്ട് വിലയ്ക്ക് വാങ്ങിച്ചു എന്നൊരു ആക്ഷേപമുണ്ട്. അതിന് പുറമെയാണ് ഈ ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികളിൽ പോലുള്ള സ്ഥലത്ത് പോയി ആളുകളെ പിടിച്ച് പൈസയും മദ്യവും കൊടുക്കുക എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം എന്തായിരുന്നാലും തുടക്കം തന്നെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതെല്ലായിടത്തും ഞങ്ങളുടെ സ്ക്വാഡും പ്രവർത്തനങ്ങളും നിൽപ്പുണ്ട്. ഒരെണ്ണം കൂടി ആവർത്തിച്ചാൽ അത് വളരെ സീരിയസ് ആയി മാറും. ഇപ്പോ ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് FIR ഇട്ടിട്ടുണ്ട്. കർശനമായിട്ടുള്ള നിലപാടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അതേക്കുറിച്ച് ഒരു കമന്റും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചോദ്യം ചോദിക്കാറുണ്ടെങ്കിൽ അതിന് മറുപടി പറയും. ജോയിയുടെ ആരോപണം അതാണ്. ജോയിക്ക് പിന്നെ ആരോപണം പലതുണ്ടെങ്കിൽ ജോയി തന്നെ അതിന് മറുപടി പറയട്ടെ. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV അരുൺ ചേരുന്നു. അരുൺ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് CPM പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരമൊരു വോട്ട് കച്ചവടം, പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം. ഇന്നലെ അതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ CPM പ്രവർത്തകർ തന്നെ പങ്കുവച്ചിരുന്നു, പുറത്തുവിട്ടിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് അരുൺ? ഏറ്റവും ശക്തമായ ത്രികോണ പോരാട്ടമാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. അതിന്റെ എല്ലാ വീറും വാശിയും തുടക്കം മുതൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് CPMന്റെ കോട്ട പിടിച്ചെടുക്കുകയായിരുന്നു. ആറ്റിങ്ങൽ CPMന് എക്കാലത്തും വലിയ സ്വാധീനമുള്ള, രാഷ്ട്രീയമായി വലിയ ഇടത് വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. അവിടെയാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് എന്ന കോന്നി MLA വരികയും അവിടെ അദ്ദേഹം വെറുതെ അവിടെ സ്ഥാനാർത്ഥി വരികയായിരുന്നില്ല. അവിടെ മണ്ഡലത്തിൽ 1,00,000-ലേറെ ഇരട്ട വോട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി തെരഞ്ഞെടുപ്പ് അപേക്ഷ ഉപയോഗിച്ച് നീക്കം ചെയ്ത് വോട്ടർ പട്ടിക ശുദ്ധീകരിച്ചാണ് അടൂർ പ്രകാശ് അവിടെ മത്സരിക്കാൻ ഇറങ്ങിയത്. അന്ന് വലിയ വിജയം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ കഴിഞ്ഞ തവണ UDF അനുകൂല തരംഗം സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആറ്റിങ്ങലിൽ ആ സാഹചര്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിജയമാണ് അടൂർ പ്രകാശിന് ഉണ്ടായത്. അപ്പോൾ തന്നെ CPM ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു, അവിടെ വോട്ട് കച്ചവടം നടന്നിരുന്നു. ഇത്തവണ തെളിവുകളും, അതായത് BJPയുടെ ഓഫീസ് സെക്രട്ടറി ജയരാജ് കൈമൾ താനാണ് ഈ ഇരട്ട വോട്ട് കണ്ടെത്തിയത്, അത് അടൂർ പ്രകാശിനെ വിവരം അറിയിച്ചു എന്ന തരത്തിലുള്ള ശബ്ദരേഖയൊക്കെ പുറത്തു വന്നിരുന്നു. അതെല്ലാം CPMന്റെ ആരോപണങ്ങൾക്കുള്ള തെളിവായി അവർ വാദിക്കുകയും ചെയ്തു. ഇത്തവണയും CPM തുടക്കത്തിൽ തന്നെ ആരോപിച്ചത് ബിജു രമേശ്, അദ്ദേഹം മുൻ അബ്കാരിയാണ്, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ബാർ ഉടമകളുടെ നേതാവായിരുന്നു. ബിജു രമേശ് അടൂർ പ്രകാശിന്റെ അടുത്ത ബന്ധു കൂടിയാണ്. ബിജു രമേശ് അവിടെ ക്യാമ്പ് ചെയ്ത് അടൂർ പ്രകാശ് വിജയിപ്പിക്കാൻ പണവും മദ്യവും ഒഴുക്കുന്നു എന്നൊരു പരാതി ആദ്യഘട്ടം തന്നെ CPM നേതൃത്വം ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അടക്കമുള്ളവർ ഉന്നയിച്ചതാണ്. ബിജു രമേശും താൻ അവിടെ ക്യാമ്പ് ചെയ്യുന്നുവെന്ന് നേരത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെയാണ് ചെറിയ നാടകീയമായ സംഭവം ഉണ്ടായത്. അരുവിക്കര നിയമസഭാ മണ്ഡലത്തിലെ ഒരു കോളനിയിലാണ് ഇന്നലെ രാത്രി ബിജു രമേശും മറ്റു 4 പേരും എത്തിയത്. അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ ബിജു രമേശ് നിൽക്കുമ്പോൾ അവിടെ എത്തിയ DYFI CPM പ്രവർത്തകർ ബഹളമുണ്ടാക്കുകയായിരുന്നു. ബിജു രമേശിനെ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. ആ സമയം 2 പേർ ബൈക്കിൽ രക്ഷപ്പെട്ടു എന്നും CPM പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം നൽകാനാണ് ബിജു രമേശ് എത്തിയത്. ഇതായിരുന്നു CPMന്റെ ആരോപണം. തുടർന്ന് 1 മണിക്കൂറിലേറെ ബിജു രമേശിനെ അവിടെ പ്രവർത്തകർ തടഞ്ഞു വെച്ചു. ഒടുവിൽ അരുവിക്കര പോലീസ് സ്ഥലത്തെത്തി ഇലക്ഷൻ സ്ക്വാഡും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ക്വാഡും അവിടെ എത്തി ബിജു രമേശിന്റെ വാഹനത്തിനും, അദ്ദേഹം ആദ്യം തന്നെ എന്റെ വാഹനങ്ങൾ പരിശോധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, അത് ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. വാഹനത്തിലും അതുപോലെ വീട്ടിലുമൊക്കെ പരിശോധന നടത്തി. പക്ഷെ പണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് 2 പേർ അവിടെ ഓടിപ്പോയെന്ന വിവരം. ബൈക്കിലെത്തിയ 2 പേർ, അവിടുത്തെ ഒരു ആര്യനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗുണ്ടാ നേതാവുണ്ട്, അയാളുടെ അനുയായികളാണ് അവിടെ എത്തിയത്. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞു എന്നാണ് CPM ആരോപിക്കുന്നത്. ഇതിനിടയിൽ ബിജു രമേശ് തടഞ്ഞപ്പോഴാണ് ആദിത്യൻ എന്ന ബിജു രമേശിന്റെ അംഗരക്ഷകൻ തോക്ക് ചൂണ്ടി, അദ്ദേഹത്തിന് പിസ്റ്റൾ ഉണ്ടായിരുന്നു, ആ തോക്ക് ചൂണ്ടി CPM പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമുണ്ട്. CPM പ്രവർത്തകരുടെ പരാതിയിൽ അത് അരുവിക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബിജു രമേശിനെ അകാരണമായി തടഞ്ഞു വെച്ചു, കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്ന പരാതി ബിജു രമേശിന്റെ കൂടെയുള്ളവരും പോലീസ് നൽകിയിട്ടുണ്ട്. ആ പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. ഏതായാലും
ബിജു രമേശ് എന്തിനവിടെ എത്തി എന്ന കാര്യത്തിൽ ദുരൂഹതയുണ്ട്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ അതാണ് അറിയേണ്ടത്. എന്തിനാണ് വ്യവസായിയായിട്ടുള്ള ബിജു രമേശ് ആ കോളനിയിൽ എത്തിയതെന്ന് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എല്ലാം പുറത്തു വന്നിട്ടുണ്ടോ? നിലവില് CPM ഉന്നയിക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ ബിജു രമേശിന്റെ വാഹനത്തിൽ നിന്നോ ആ വീട്ടിൽ നിന്നോ പണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇത് പണം കൊടുത്തു എന്ന് തെളിയിക്കാൻ എങ്ങനെ സാധിക്കും? അതല്ലെങ്കിൽ അത്തരം ഒരു പരാതിയുമായി മുന്നോട്ട് പോയാൽ ഇതിനടിസ്ഥാനമായ ഈ പണം കണ്ടെത്തുക എന്ന ഒരു കാര്യം അത് കണ്ടെത്താൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. അവിടെ ഈ ബിജു രമേശിന്റെ വാഹനം തടഞ്ഞു വെച്ച CPM പ്രവർത്തകർക്കോ അതല്ലെങ്കിൽ പോലീസിനോ സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ പരാതി നിലനിൽക്കുമോ? തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്വാഭാവികമായും അതിന്റെ ഈ ഒരു ചൂരുമൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ അവസാനിക്കും. CPM നേതൃത്വം പറയുന്നത് പണം കൊടുക്കാനായിരുന്നു ശ്രമം, അത് തങ്ങൾ സമയത്ത് ഇടപെട്ടത് നടന്നില്ല. പണം കൊണ്ടുവന്ന രണ്ടുപേരെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല. അവർ രണ്ടുപേർ ബൈക്കിൽ രക്ഷപ്പെട്ടു. അതാണ് ഞാൻ സൂചിപ്പിച്ച ആര്യനാട് സ്വദേശിയായ ഒരു ഗുണ്ടാ നേതാവിന്റെ അടുത്ത അനുയായികളാണ് അവിടെ എത്തിയത്. അയാളാണ് ബിജു രമേശിന് വേണ്ടി ഇത്തരം പ്രവർത്തികൾ ആ മേഖലയിൽ ചെയ്യുന്നത്. അവർ രണ്ടുപേരും രക്ഷപ്പെട്ട് കളഞ്ഞു. അവരെ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന് ഇന്നലെ തന്നെ CPM പ്രാദേശിക നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല, അത് തടഞ്ഞു. ഇനിയും ഈ ജോയി തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും ഈ മേഖലകളിൽ സ്ക്വാഡ് പ്രവർത്തനം CPM-ന്റെ പ്രവർത്തകർ നിരീക്ഷിക്കും. കാരണം കഴിഞ്ഞ തവണ വലിയ രീതിയിൽ മദ്യമൊഴുക്കി പണമൊഴുക്കി എന്ന ആരോപണം CPM ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരം തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസങ്ങളിലോ തലേ ദിവസവും ആ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ കോളനികൾ കേന്ദ്രീകരിച്ച് ഈ മേഖലയിൽ പണമൊഴുക്കും മദ്യമൊഴുക്കും നടക്കുന്നുണ്ടെന്ന പരാതികൾ ശക്തമാണ്. അത് തടയാൻ CPM ശ്രമിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ബിജു രമേശിനെതിരെ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ തക്ക എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ CPM-ന്റെ കയ്യിലോ പോലീസിന്റെ പക്കലോ ഇല്ല. ഒരു തെളിവും ലഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ പരിശോധനയിലും അതുപോലെ തന്നെ പോലീസിന്റെ പരിശോധനയിലും പണം കണ്ടെത്തിയിട്ടില്ല, മദ്യമോ മറ്റു കാര്യങ്ങളോ കണ്ടെത്തിയിട്ടുമില്ല. ഏതായാലും ബിജു രമേശ് എന്തിനവിടെ പോയി എന്ന കാര്യത്തിൽ മാത്രമാണ് ദുരൂഹതയുള്ളത്. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടിന് വേണ്ടി അവിടെ പോയി എന്നാണ് പറഞ്ഞത്. ഈ ഒരു കോളനിയിൽ അദ്ദേഹം എത്തിയത് തന്നെയാണ് ഇപ്പോൾ സ്വാഭാവികമായി സംശയം ഉയരുന്നത്. മറ്റു പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ രീതിയിൽ പണമൊഴുക്ക് ഉണ്ടെന്ന ആരോപണമുണ്ട്. ഇത് ബിജു രമേശിനെതിരെയോ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ മാത്രമല്ല, അടൂർ പ്രകാശ് തന്നെ 2 ദിവസം മുമ്പ് നമ്മോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് വലിയ രീതിയിൽ ഈ BJP അതുപോലെ CPM സ്ഥാനാർത്ഥികൾ പണം ഒഴുക്കുന്നു, വലിയ രീതിയിൽ പണം ചിലവാകുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചേക്കാൾ വലിയ രീതിയിൽ പ്രചരണം വരുന്നു, ആ കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അടൂർ പ്രകാശിനെതിരെയാണ് ഈ ആരോപണം ഉയർന്നു വരുന്നത്. ഏതായാലും വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വഴികളും എല്ലാ മുന്നണികളും തേടുന്നു. ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇനിയും ഇത്തരം ആരോപണങ്ങൾ, ഇത്തരം സംഘർഷ സാധ്യതയൊക്കെ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഈ ഇന്നലെ ബിജു രമേശിന്റെ സ്വഭാവം തടഞ്ഞു വെച്ചത് ഈ CPM-ന്റെ ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് ഒരു പരിധിവരെ ബലം നൽകുന്നതാണ്. പക്ഷേ അത് തെളിയിക്കാൻ ആവശ്യമായ യാതൊരുവിധ വസ്തുതാപരമായ തെളിവുകളും CPM പ്രവർത്തകരുടെ പക്കലോ പോലീസിന്റെ പക്കലോ ലഭിച്ചിട്ടില്ല. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് BB അരുണാണ് വിവരങ്ങൾ നൽകിയത്. വലിയ വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. സ്വാഭാവികമായും പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണമാണ്. ഇതിന്റെ നിജസ്ഥിതി എന്തെന്ന് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ പുറത്തു വരുമായിരിക്കും.